വണ്ടിപ്പെരിയാർ റാണികോവിൽ പുതുവൽ ഭാഗത്ത് സ്വകാര്യ വ്യക്തി 25ഓളം കുടുംബങ്ങളുടെ സഞ്ചാരമാർഗം തടസ്സപ്പെടുത്തിയിരിക്കുന്നതായി പരാതി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സുരക്ഷിത ജീവിതത്തിലേക്ക് നീന്തിക്കയറൂ ഓസാനം സ്വിമ്മിംഗ് അക്കാദമി, കട്ടപ്പന. പീരുമേട് പഞ്ചായത്തിൽ ഉൾപ്പെട്ട വണ്ടിപ്പെരിയാർ റാണികോവിൽ പുതുവൽ ഭാഗത്താണ് പ്രദേശവാസികളായ 25ഓളം കുടുംബങ്ങളുടെ സഞ്ചാരയോഗ്യമായ റോഡിൽ സ്വകാര്യ വ്യക്തി സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതായി പരാതി അറിയിച്ചിരിക്കുന്നത്. തന്റെ സ്ഥലത്തുകൂടിയാണ് റോഡ് കടന്നു പോകുന്നതെന്ന അവകാശവാദം ഉന്നയിച്ച് ചപ്പുചവറുകളും ആട്ടിൻകൂട്ടിൽ നിന്നുമുള്ള വേസ്റ്റുകളും റോഡിൽ നിക്ഷേപിച്ചാണ് സ്വകാര്യ വ്യക്തി 25ഓളം കുടുംബങ്ങളുടെ സഞ്ചാരമാർഗം തടസ്സപ്പെടുത്തുന്നത്. ഇതു സംബന്ധിച്ച് പീരുമേട് പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് പ്രദേശവാസികളെയും സ്വകാര്യ വ്യക്തിയെയും വിളിച്ചു വരുത്തി ചർച്ച ചെയ്തിട്ടും യാത്രാതടസ്സം സൃഷ്ടിക്കുന്ന പ്രവൃത്തികൾ സ്വകാര്യ വ്യക്തി തുടരുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. വേസ്റ്റും കാര്യങ്ങളും റോഡിൽ വെച്ച് വഴി യാത്രാ തടസ്സം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് ഇത് മാറ്റാൻ വരുകയും ഇവർ ഞങ്ങളെ മാറ്റാൻ അനുവദിക്കാതിരിക്കുകയും അതിനുശേഷം പഞ്ചായത്തിൽ പരാതി കൊടുക്കുകയും പീരുമേട് CEO ഓഫീസിൽ പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പീരുമേട് സ്റ്റേഷനിൽ വിളിച്ച് ഇരുകൂട്ടരെ ഇരുത്തി സംസാരിപ്പിച്ചതിന് ശേഷം ഈ പ്രശ്നം ഒന്ന് പറഞ്ഞ് പരിഹരിച്ച് പോയതായിരുന്നു. അതിനുശേഷം വീണ്ടും ഇവർ ഈ വേസ്റ്റും കാര്യങ്ങളും കൊണ്ട് വഴിയിലിട്ട് ഈ സഞ്ചാരയോഗ്യം തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. വാഹനങ്ങൾ പോകാനും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം ഇനിയിപ്പം മഴക്കാലമായതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. സ്കൂൾ കുട്ടികൾ പോകുന്ന വഴിയാണ്. ആട്ടുംകൂടാണ് തൊട്ടുമേളിലിരിക്കുന്നത്. ഈ ആട്ടുംകൂട്ടിലെ വേസ്റ്റ് കാര്യങ്ങളെല്ലാം കൂടി ഈ റോഡിലോട്ട് വലിച്ച് ഇടുക. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വഴി ഈ കാണുന്ന വഴി എന്ന് പറയുന്നത് ഇത് കെട്ടിയേക്കുന്ന NRGയിൽ കെട്ടിയേക്കുന്നതാണ്. ഇതിൻ്റെ ഇപ്പുറം ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഇങ്ങോട്ട് റോഡിന് വീതിയില്ല. ആ വീതി റോഡിലോട്ട് ഈ ചപ്പുചവറുകളെല്ലാം കൂടെ റോഡിലോട്ട് ഇറക്കി വെച്ചേക്കുന്നതുകൊണ്ടാണ് ഈ വീതി ഇല്ലാതെ പോയേക്കുന്നത്. അതുകൊണ്ട് എത്ര കുടുംബം ഉണ്ട് ഇവിടെ? ഒരു 10-20 കുടുംബം താമസിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരാൾ മാത്രമാണ് വിഷയമായിട്ട് നിൽക്കുന്നത്? ഒറ്റൊരാളെ വിഷയമായിട്ട് നിൽക്കുള്ളൂ. ഈ 20 കുടുംബങ്ങൾ താമസിക്കുന്നതിൻ്റെ അകത്ത് ഒരാൾ മാത്രമേ വിഷയമായിട്ട് നിൽക്കുന്നുള്ളൂ. ബാക്കി ആർക്കും പ്രശ്നമില്ല. എല്ലാവരും റോഡ് ഇനിയാണേലും എല്ലാവരുടെയും പറമ്പുകളിൽ കൂടിയാണ് ഈ റോഡ് കടന്നു പോയേക്കുന്നത്. എല്ലാവരും ഇനിയാണേലും റോഡിന് വീതി കൊടുക്കാൻ തയ്യാറാണ്. പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫണ്ട് അനുവദിച്ച് റോഡ് വീതി കൂട്ടി മുന്നോട്ട് ചെയ്തു പോകുന്നതിൻ്റെ അകത്ത് ആർക്കും ഒബ്ജക്ഷൻ ഇല്ല. അഞ്ചൻ്റെ പേര് പറഞ്ഞേ? എന്തോ പേര് പറഞ്ഞേ? എൻ്റെ പേര് ആൻഡോ. വീട്ടു പേര് ചെറുപള്ളി. ഈ പ്രശ്നമായിട്ട് നിൽക്കുന്ന അവരുടെ പേര് ബേബി എന്നാണ് കുടുംബനാഥൻ്റെ പേര്. പുള്ളിക്കാരിയുടെ പേര് ജെസ്സി. റോഡരികിൽ ചപ്പുചവറുകൾ നിക്ഷേപിക്കുന്നതിനൊപ്പം കാർഷിക വിളകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്ത് തന്റെ സ്ഥലമാണ് ഇതെന്ന അവകാശവാദം ഉന്നയിക്കുകയുമാണ് സ്വകാര്യ വ്യക്തി ചെയ്തു വരുന്നത്. ഇതുമൂലം റോഡിലൂടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും വാഹനങ്ങൾ കടന്നുവരാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളതെന്നുമാണ് പ്രദേശവാസികളുടെ പരാതി. പ്രദേശത്തെ 25ഓളം കുടുംബങ്ങളുടെ യാത്രാമാർഗമായ റോഡ് നവീകരിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ നടക്കുവാനിരിക്കെയാണ് സ്വകാര്യ വ്യക്തി ഇത്തരം ദ്രോഹ നടപടി നടത്തുന്നതെന്നും നാട്ടുകാർ പറയുന്നു. ഞങ്ങളിവിടെ കുറച്ച് ആൾക്കാർ റോഡിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ റോഡ് കുറച്ച് തടസ്സങ്ങൾ റോഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിടേണ്ട അവസ്ഥയുണ്ട്, സാധനങ്ങൾ വാങ്ങിക്കേണ്ട അവസ്ഥയുണ്ട്. ഇതെല്ലാം പിന്നെ സുഖമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഈ റോഡിൻ്റെ യാത്രാ സൗകര്യം നല്ലപോലെ വേണം. അതിൻ്റെ ഒരു സൈഡ് കെട്ടിടിഞ്ഞ് കിടക്കുകയാണ്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഇവിടെ പ്രശ്നമുള്ള സ്ഥലം കാണിച്ചിരിക്കുന്നത്. അപ്പം അത് കുട്ടികളെയൊക്കെ കൊണ്ടേ വിടുന്നതിലും പിന്നെ ആണുങ്ങളെയൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു വഴക്ക് നടക്കുന്ന കാരണം ധൈര്യമായിട്ട് വിടാൻ പറ്റത്തില്ല. ആണുങ്ങളെയൊക്കെ പീഡനക്കേസിൽ പ്രതിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഭീഷണി മുഴക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തി തരണമെന്ന്. പോലീസിൽ പരാതി നൽകിയ ശേഷം ഗ്രാമപഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചുവെങ്കിലും തങ്ങളുടെ യാത്രാമാർഗം തടസ്സപ്പെടുത്തുന്ന സ്വകാര്യ വ്യക്തിക്കെതിരെ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നും പരാതികൾ നൽകിയതിനെ തുടർന്ന് കള്ളക്കേസ് കൊടുക്കുമെന്നതായി ഭീഷണി ഉയർത്തുന്നതായും പ്രദേശവാസികൾ പറയുന്നു. റോഡിന്റെ ഈ ഭാഗത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിർമ്മിച്ച സംരക്ഷണ ഭിത്തി ഇടിഞ്ഞുപോയ ഭാഗത്താണ് റോഡ് കയ്യേറി ചപ്പുചവറുകൾ നിക്ഷേപിക്കുന്നതും കാർഷിക വിളകൾ നട്ടുപിടിപ്പിക്കുന്നതും. സ്കൂൾ തുറക്കുവാനിരിക്കെ 25ഓളം കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സഞ്ചരിക്കുന്നതിനായുള്ള വാഹനം പ്രദേശത്ത് എത്തേണ്ടതുണ്ട്. ആയതിനാൽ അടിയന്തരമായി അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇടുക്കി ലൈവ് ന്യൂസ്, വണ്ടിപ്പെരിയാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇടുക്കി ജില്ലയിൽ ആദ്യമായി സെമി ഒളിമ്പിക് നിലവാരത്തിൽ ഒരു സ്വിമ്മിംഗ് പൂൾ. ഓസാനം സ്വിമ്മിംഗ് അക്കാദമി, നിയർ ഓസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ, കട്ടപ്പന. പ്രായഭേദമന്യേ ഏവർക്കും നീന്തൽ പരിശീലിക്കാം. മുഴുവൻ സമയവും പരിശീലകരുടെ സേവനം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക സമയക്രമീകരണം. പെൺകുട്ടികൾക്ക്
വനിതാ പരിശീലകരുടെ സേവനം. കൂടാതെ ഓസാനം സ്കൂളിലെ കുട്ടികൾക്കായി അടുത്ത അധ്യയന വർഷം മുതൽ പഠനത്തോടൊപ്പം നീന്തൽ പരിശീലനവും. സുരക്ഷിത ജീവിതത്തിലേക്ക് നീന്തിക്കയറൂ. ഓസാനം സ്വിമ്മിംഗ് അക്കാദമി, കട്ടപ്പന.